ആൾക്കാർ മുസ്ലിം തന്നെയാണ് ഞാൻ പറഞ്ഞു. ആ കാർഡ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളില്ലെന്നുള്ളത് കർത്തവാവിനോട് അടുത്ത് പ്രശ്നങ്ങളുണ്ട്. 365 ദിവസവും സ്ത്രീകൾക്ക് അത് വിഷയം. ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള 500 രൂപ കൊടുക്കുന്ന ചിലപ്പോ കൈ 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എറിഞ്ഞു. അങ്ങനെയല്ല. സുജിത്താചാൻ ചേട്ടാ നമസ്കാരം. വെൽക്കം ടു ബോധി ദ എൻലൈറ്റ്മെന്റ് സ്പേസ്. ഞങ്ങളിതൊരു പുതിയ ചാനലാണ്. അപ്പൊ ചാനലിൽ ചേട്ടൻ്റെ ഒരു ഇന്റർവ്യൂ വേണം എന്ന് വിചാരിച്ചു. ചേട്ടനുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ ചോദിക്കുന്നത്, ചേട്ടനൊരു ഉപാസകനല്ലേ? പലതരത്തിലുള്ള മൂർത്തികളെ ഉപാസിക്കുന്നവരുണ്ട്. ചേട്ടൻ ഉപാസിക്കുന്ന മൂർത്തികളിൽ ഒന്ന് വിഷ്ണുമായ സ്വാമിയാണെന്ന് കേട്ടു. ഈ വിഷ്ണുമായ സ്വാമിയെ ഉപാസിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ ഇങ്ങനെയൊന്നും ഉപാസിക്കാൻ പറ്റാത്ത മൂർത്തിയാണ് വിഷ്ണുമായ സ്വാമി. വിഷ്ണുമായ സ്വാമിയെ ഒളിഞ്ഞുപാസിക്കുന്നവരുണ്ട്. വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ ആരോടും പറയാതെ പോയി അവിടെ പോകുന്നുണ്ടെന്ന് പറയാൻ പോലും പേടി കാണിക്കുന്നവരുണ്ട്. ഞാൻ അടക്കമുള്ള ചിലര് അങ്ങനെയാണ്. ഞാൻ വിഷ്ണുമായയുടെ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. എന്താണ് അങ്ങനെ വിഷ്ണുമായയെ പേടിക്കേണ്ടതുണ്ടോ? ഈ വിഷയം ഞാൻ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. എന്താ മിഡോസിനകത്ത് ഉണ്ടായിരുന്ന അനുമോള് അവള് നിൽക്കുന്ന സ്ഥലം സാത്താസേവയും അവൾ പോയിരിക്കുന്നത് ചാത്തസേവയിലാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൾ പല 3-4 സ്ഥലത്ത് പോയി തൊഴുന്ന വിഷ്വലും കാര്യങ്ങളൊക്കെ പിന്നീട് പോകും. ഞാനത് വളരെ പൊങ്കാലയിടേണ്ട ഒരവസ്ഥ. ഞാൻ ആകാശത്തായിരുന്നു. ഈ വളരെ സന്തോഷമുണ്ട് താഴത്ത് വീഴാനായിട്ട്. അങ്ങനെ നമ്മൾ ഏത് മൂർത്തി ഭാവത്തിനെ വേണമെങ്കിലും നമുക്ക് ഉപാസിക്കാം. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ പഠിച്ചിരിക്കണം. അതായത് ഈ ഉപനയനപരമായിട്ട് പൂനൂലിട്ടിരിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിലൊക്കെ. അവർക്കൊരു പ്രത്യേകതയുണ്ട്. നമ്മളൊരു വഴിപാട് നടത്തി, നമ്മുടെ പേരുന്നാളും പറഞ്ഞ് വഴിപാട് നടത്തി കഴിഞ്ഞ് ഇട്ടുതരും. വഴിപാട് നമ്മുടെ കയ്യിലേക്ക് ഇട്ടുതരും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഇട്ട് തരുന്നത്? ഇവരെ എന്തെങ്കിലും നഷ്ടപ്പെടും? അതിനെ കുറിച്ച് വല്ലതും അറിയാം? ശരിയാണല്ലോ. അതിങ്ങനെ വെച്ച് തരാൻ വേണമെങ്കിൽ, പക്ഷെ നമ്മുടെ ആഹാരം പാചകം ചെയ്തിട്ട് എറിഞ്ഞാണോ തരുന്നത്, വിളമ്പിയാണോ തരുന്നത്? വിളമ്പിയാണ്, തീർച്ചയായിട്ടും വിളമ്പി. അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് പൂർണ്ണമായിട്ട് തൃപ്തികരമായ ഒരു നേദ്യം തരിക എന്നുള്ളത്. നമുക്ക് മക്കൾക്ക് ആണെങ്കിലും ആർക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും സ്ത്രോകനാണെങ്കിലും അത് നല്ല രീതിയിൽ വിളമ്പി കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ശരിക്കും അതിനകത്തുള്ള ശാസ്ത്രം എന്ന് പറയുന്നത്. ഒരു തന്ത്രി എന്ന് പറയാനായിട്ട് എനിക്ക് ഈ തന്ത്രിമാരെന്ന് പറയുന്ന വ്യക്തികൾ എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ കൈകാര്യം ചെയ്യാൻ വരുന്ന തന്ത്രങ്ങൾ, അതായത് ഒരു മൂർത്തിനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഇതിനെ കുറിച്ച്. അല്ലെങ്കിൽ വളരെ അപകടാവസ്ഥയിൽ പോകുന്നൊരു ഇതാണ്. അതായത് കൈമാറി വരുന്ന ഉപനയനപരമായിട്ട് കൈമാറി, ഒരു ബ്രാഹ്മണന്റെ കയ്യിൽ നിന്ന് കൈമാറി ഒരുപാട് സ്ഥലം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഉപാസകന്റെ കഷ്ടപ്പാടാണ് ഒരു ക്ഷേത്രം. ഇപ്പോഴത്തെ ക്ഷേത്രം എന്ന് പറയുന്നത് അങ്ങനെ ശബരിമല ഇരിക്കുന്നതും ഗുരുവായിരിക്കുന്നതും ഇതെല്ലാം ഒരു നല്ലൊരു ഉപാസകൻ, അതായത് അവനൊരു കല്ല് വെച്ച് പ്രാർത്ഥിച്ച് ആ ഒരു മൂർത്തിഭാവത്തെ കണ്ട് പ്രാർത്ഥിച്ച് അതിനൊരു നാമം കൊടുത്ത് അതിനൊരു ശക്തി കൊടുത്ത് അവന്റെ ഊതി ഈ മാണിക്യം പോലെ തന്നെ ഊതി അവൻ അതിനൊരു പവർ ഉണ്ടാക്കി. ഈ ഭാവങ്ങളൊക്കെ കൊണ്ടുവന്നത് ഉപനയനപരമായിട്ടുള്ളതാണ്. ശരിക്കും വിഷ്ണുമായ എന്ന് പറയുന്ന മൂർത്തി ഉപനയനപരമായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിക്കും ചാത്തൻ എന്ന് പറയുന്നതിന് രൂപത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് ഭംഗിക്ക് വേണ്ടിയിട്ട് എല്ലാ മൂർത്തികൾക്കും ഭംഗി വെച്ചിട്ടാണ് ഓരോരുത്തർ കറുത്ത് പൊക്കം കുറഞ്ഞതാണ് അങ്ങനെയല്ലേ പറയുന്നത്? അല്ല നമ്മള് ഫോട്ടോയില് കാണുന്നത് തന്നെയാണ് ശരിക്കും. അതായത് നമ്മൾ ആരാണ്, നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കർമ്മങ്ങൾ, പല കർമ്മങ്ങളും നമ്മൾ ജനിച്ചു നമ്മളായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ദോഷങ്ങൾ, ഭൂമിയിൽ വരുത്തി വെച്ചിരിക്കുന്ന ദോഷങ്ങളെല്ലാം നമുക്ക് തിരിച്ചത് വിനയായിട്ട് വരുന്നതാണ് കർമ്മം. അത്
അതെ, ചിലപ്പോ ഈ തലമുറയിലുള്ള ആൾക്കാരല്ല. ഞാനത് ശരിക്കും ഞാനൊരു പൂജാരിയായിട്ട് മാറേണ്ട ഒരാളൊന്നുമല്ല. എനിക്ക് ഒരുപാട് ബിസിനസ്സും കാര്യങ്ങളൊക്കെ അതിൽ എന്ന് വെച്ചാൽ മുത്തച്ഛൻ കൊണ്ടുവന്ന് വെച്ച ആരാധനാപരമായിട്ട് പുള്ളിക്ക് ഏകദേശം 70% പ്രായമുള്ള സമയം, ബാക്കി 25-30% കൂടെ പുള്ളി ജീവിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പുള്ളി കൊണ്ടുവന്ന് വെച്ചപ്പോൾ ആരും അതിനെ അനുകൂലിച്ചില്ല. പുള്ളിക്ക് പ്രതികൂലമായിട്ടുള്ള അവസ്ഥയിൽ പുള്ളി ആ ആരാധന വെച്ച് മുന്നോട്ട് പോയി. പുള്ളി മരണപ്പെടുകയും ചെയ്തു. ഇത് വെച്ചാരാധനപരമായിട്ടുള്ള അന്നേരം ഒരു ഉപാസകന്റെ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബപരമായിട്ട് നമുക്കൊരു അനുഗ്രഹം എന്ന് പറയുന്ന സാധനം പറയാതെ ചില കുട്ടികൾ അച്ഛനെ കൊണ്ട് തന്നെ ഇരിക്കുന്ന മകനെന്ന് പറഞ്ഞാല നമുക്ക് അതേപോലെ ഒരു അനുഗ്രഹം, അതായത് ആ രക്തപരമായിട്ടുള്ളതും ആ ജീവപരമായിട്ടുള്ള മൈൻഡ് നമ്മളിലേക്ക് കിട്ടുമെന്ന് പോകാം. ഇതിങ്ങനെ നെഗറ്റീവ് കൊണ്ട് പോസിറ്റീവ് അല്ല, ഇത് തന്നെ പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. ഇപ്പൊ ചേട്ടന്റെ മുത്തശ്ശൻ, അച്ഛൻ അവര് അത് ഫോളോ ചെയ്ത് പോകുന്നു. ഇപ്പൊ ചേട്ടനും ഇത് തന്നെ ഫോളോ ചെയ്യുന്നത്. നാളെ ചേട്ടന്റെ തലമുറ ഇത് ഫോളോ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. അതായത് ഉപനയനപരമായിട്ട് ഇപ്പൊ പെരിങ്ങോട്ടുകര, ആവണങ്ങോട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അവിടുത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഒരു ഉപാസകൻ അതിനെ കുറിച്ച് പറയുമ്പോ പറയും അതൊരു വ്യക്തിപരമായിട്ടുള്ള ഒരു ശത്രു. അങ്ങനെയല്ല, ശത്രുതയല്ല. ഞാൻ പറയാ, എനിക്ക് വേണ്ടപ്പെട്ട ആള് അവിടെ പലിശക്കെടുത്ത് പൈസ കൊണ്ടുവച്ച് കൊടുത്ത് ഒരുപാട് പൂജകളും അവിടെ പടിപൂജ എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, കളവുണ്ട്. ഇതിനെല്ലാത്തിനും പലിശക്കെടുത്ത് 10,000, 20,000, 25,000 കൊണ്ടു കൊടുത്തിട്ട് ഒന്നും നടന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒന്നും നടന്നില്ല. പക്ഷെ എന്താവശ്യം വന്നാലും ഒരു നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ച് ഇന്നലെ എനിക്ക് ഇന്ന് രാവിലെ എനിക്ക് പുറത്തുനിന്ന് ഒരു കോൾ വന്നു പറഞ്ഞ് ഗൾഫിൽ നിന്ന് കോൾ വന്നു. അച്ഛനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല, അച്ഛൻ തിരക്കാണ്, ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആശാൻ എപ്പോഴും ബിസി ആയിരിക്കും. ഞാൻ പറഞ്ഞു എനിക്ക് തിരക്കില്ലാത്ത സമയത്ത് ഞാൻ സംസാരിക്കാൻ 100% തയ്യാറാണ്. പുള്ളി പറഞ്ഞൊരു വിഷയം, പുള്ളി അവിടെ ഒരു ചടങ്ങിന് പങ്കെടുത്തു. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്തു. പുള്ളിനെ ഇന്നലെ മുമ്പത്തെ ദിവസം വിളിച്ച് പറഞ്ഞു അവിടെ 50,000 രൂപ അടക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ വിഷ്ണുമായ സ്വാമി അവിടെ കോപിച്ചിരിക്കണം. ഞാൻ പുള്ളിയുടെ പറഞ്ഞു കൊടുത്തൊരു കാര്യമുണ്ട്, നിങ്ങൾ ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യം ആ സ്വാമിക്ക് മാരിയാണോ കൊടുക്കുന്നത് തനിയാണോ കഴിക്കണമെന്ന് ചോദിക്കണം. അതെന്താ കാര്യം എന്നൊന്ന് ചോദിക്കാം, അതിനെക്കുറിച്ചൊരു ചോദിക്കും. ഞാൻ ചോദിച്ച ചോദ്യം മനസ്സിലായി? മനസ്സിലായി. അതായത് മാരിയാണോ കൊടുക്കുന്നത് തനിയാണോ എടുത്ത് കഴിക്കുന്നത്? ഇതിനെ കുറിച്ച് അറിയാം? അതായത് ബന്ധിച്ചിടുക. ഒരു മൂർത്തിനെ ഇപ്പൊ മാമിന് കയറ് വെച്ച് കെട്ടിയ കസേര എത്തിയിരിക്കും. മാമിന് നല്ല കഴിവുണ്ട്. മനസ്സിലായി. മാമിന് പ്രശ്നം തന്നെയൊക്കെ ഭാര്യയുണ്ട്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു മടത്തിയിരുന്നു അനുഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പയ്യൻ, പേരുകേട്ട മടാണ്, നമ്മുടെ അറിയപ്പെടുന്ന മഠത്തിൽ പഠിച്ച് ഇറങ്ങിയ പിള്ളേരാണ്. എറണാകുളമൊക്കെ ബേസ് ചെയ്തിട്ടുള്ള മഠത്തിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ഒരു പയ്യനോട് വന്നിരുന്നിട്ട് പറഞ്ഞു അവന് ഉറക്കയില്ല, പണിക്ക് പോകാൻ പറ്റുള്ള ആകെ വിഷയമാണ് അവന്. എവിടെ നിന്നാലും വിളക്ക് വെച്ച് കഴിഞ്ഞാൽ വിറക്കുന്നുണ്ട്. സാധാരണ പ്രേതബാധ വിഷയമാണെങ്കിൽ വിറക്കത്തില്ല, അവര് ദേഷ്യപ്പെടും, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും. ആ ദേഷ്യത്തിൽ നമുക്ക് മിക്ക കുടുംബങ്ങളിലും ചില കുടുംബങ്ങളിൽ ഭയങ്കര വഴക്ക് കാണാം. അത് ഒരു കാര്യമില്ല, അത് പറയുക ഒരു കാര്യമില്ലാതെ അവിടെ വഴക്ക് കിടക്കുന്നുള്ളത്. എന്നിട്ട് ഈ പയ്യൻ വന്ന് പറഞ്ഞ് വേറൊരു മഠത്തെ അനുഗ്രഹിച്ചിട്ടുണ്ട്, വിഷ്ണുമായിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട്. ബന്ധിച്ച് അവൻ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് മോശമായിട്ടുള്ള അവസ്ഥയിൽ ബന്ധനപരമായിട്ട് ചെയ്തു വിടും. അതായത് ഉപാസകന്മാര് മോശം പണി കാണിക്കുന്നുണ്ട്, ഒരാള് രക്ഷപ്പെടാതിരിക്കാൻ ചെയ്യുന്നുണ്ട്. അതായത് ഉപനയനപരമായിട്ട് ചെയ്യണവരാണ് കൂടുതൽ ചെയ്യണവർക്ക് പോയി വേറൊരു മടയിട്ട് രക്ഷപ്പെടും. ഞാൻ പറയുന്നത് എനിക്ക് ഒരുപാട് ശാഖകൾ വേണമെന്ന് ഞാൻ പറയാം. എനിക്ക് എല്ലാ ജില്ലകളിലും 2 ശിഷ്യന്മാര് വേണമെന്ന്. മറ്റുള്ളവർക്കൊരു, അതായത് സാമ്പത്തികത്തിന് വേണ്ടിയിട്ടല്ല, ഒരു
ബുദ്ധിമുട്ടുമായിട്ട് നൂറുകണക്കിന്, അതായത് കന്യാകുമാരി മുതൽ കാസർഗോഡ് കിടക്കുന്ന വരെ ആൾക്കാർ എന്റെ അടുക്ക് തിരക്കി വരുന്നു എങ്കിൽ എന്നിലൊരു ശരിയെന്നുള്ളതുകൊണ്ടാണ്. വന്നിരിക്കുന്നവരുടെയൊക്കെ ചോദിച്ചിട്ട് ഞാൻ പണം മേടിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ അവര് പറയും അതിനു വേണ്ടി ഇരിക്കുന്ന ഒരാളല്ല സുജിത്താശാൻ എന്ന് പറയുന്നത്. ഇതൊന്ന് പറയോ, ഈ ഒരു പേടി ഈ പലർക്കും ഉള്ള ഈ ഒരു ചിന്ത അതാണ് മെയിൻ. അതായത് നമ്മൾ വെച്ചാരാധന നടത്തി ഉപനയനപരമാണ് കാളിയാർ മഠം, ഈ പേര് പറയുന്നത് കാളിയാർ മഠം, ചേർത്തലയിൽ നമ്പർ 1 കാളിയാർ മഠം അരൂരുള്ള കാളിയാർ മഠത്തിൽ നിന്നും 1000 രൂപയ്ക്കും 1500 രൂപയ്ക്കും വിഗ്രഹങ്ങൾ കൊടുത്തു. കേട്ടിട്ടുണ്ട്. ആ വിഗ്രഹങ്ങൾ ഇപ്പൊ ഒരു 5-6 എണ്ണം എന്റെ മഠത്തിൽ. അങ്ങനെ ഇങ്ങനെ വിഗ്രഹങ്ങൾ സൂക്ഷിക്കാൻ പാടില്ല. പറഞ്ഞു തരാം. ഓരോരുത്തർ ഇപ്പൊ ധനം ഉണ്ടാക്കാം. ഒരാള് ലാസ്റ്റ് വന്ന ഒരാൾ പറഞ്ഞത് 2.5 വർഷമായിട്ട് ഇത് വെച്ച് ആരാധിച്ചിട്ടിരുന്നതാ. ആരാധിച്ചിട്ടിരുന്നിട്ട് വിളിച്ചു ചോദിച്ചപ്പോ ആ മാമിന്റെ അടുക്കെ പറഞ്ഞത് ഇനി ഒരു 6 മാസം കൂടെ കഴിയട്ടെ എന്നൊരു ശക്തി വരുമെന്നാണ്. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. അവര് വിഗ്രഹം കൊണ്ട് നേപ്പിച്ച് അവരെ ശുദ്ധി ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഞാനൊരു കാര്യം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്കൊരു വിഗ്രഹം തന്നാൽ, ഒരു ചരട് തന്നാൽ, ആ ചരട് അല്ലെങ്കിൽ ആ വിഗ്രഹം എത്ര നാളാണോ ഉണ്ടോ കയ്യിലുണ്ടോ അത് അത്രയും നാള് തന്നെ അതിന്റെ പവർ ഉണ്ടാവും. അതല്ലാതെ ഇപ്പൊ നമ്മളൊരു ചരട് കിട്ടുവാണെങ്കിൽ ആ ചരടിന് ഒരു 3 ദിവസം തന്നെ ഒരു രക്ഷ എഴുതിയിട്ടുണ്ട്. എന്റെ കഴുത്തിലുണ്ട് രക്ഷ കിടപ്പുണ്ട്. ഇത് നശിക്കുന്ന സമയം വരെ ഇതിന്റെ രക്ഷ നിൽക്കും. അത് വീണ്ടും വീണ്ടും അതിനെ ശക്തിപ്പെടുത്തണം. അതായത് നമ്മൾ കുളിക്കുന്ന സമയത്ത് ജലത്തിൽ നമ്മൾ ശുദ്ധി വരുന്ന സമയത്ത് നമുക്കിതിന് ഉപനയനപരമായിട്ടല്ല, ഇത് ഉപാസനയാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഒരാൾ ആർജിച്ചെടുത്തിരിക്കുന്ന ശക്തിയാണ്, അതിന് അതിൻ്റെതായിട്ടുള്ള തീവ്രത ഉണ്ടാവും. നമ്മളൊരു കൈ വെച്ചാൽ അവർക്ക് അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാൽ, ഞങ്ങൾ കൈ തലയിൽ വെച്ച് അനുഗ്രഹം കൊടുത്താൽ അവർക്ക് നെഗറ്റീവ് കൊണ്ട് അവരുടെ ശരീരത്തിൽ നിന്നും മാറി അവർക്ക് പോസിറ്റീവ് എനർജിക്ക് മൈൻഡ് പക്ക ക്ലിയറിലേക്ക് വരും. മനസ്സിലായോ? അത് ഞങ്ങളുടെ അനുഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള 500 രൂപ കൊടുക്കണേ ചിലപ്പോ കൈ തന്നിരിക്കാം, 10 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുക്കും. അങ്ങനെയല്ല, നമ്മുടെ കുടുംബം ആയിട്ടാണ് ഞാൻ എന്റെ മടം കൊണ്ടുവരുന്നത്. മടമായിട്ട് തന്നെയാണ് എന്റെ കുടുംബത്തില് നിങ്ങൾ ഒരു കുടുംബക്കാവാണ്. എന്റെ വരുന്നതെല്ലാം എന്റെ കുടുംബാംഗങ്ങളാണ്. അവരുടെ പ്രശ്നത്തിന് പരിഹാരം ആശാൻ എന്ന് പറയുന്ന പ്രായത്തിലുള്ള, എന്റെ പ്രായത്തിനേലും മൂത്തവരും എന്നെ ആശാനെന്ന് വിളിക്കും, എന്റെ താഴത്തുള്ളവരും ആശാനെന്ന് വിളിക്കും. എന്ന് വെച്ചാൽ ആശാൻ എന്ന് പറയുമ്പോ അവർക്ക് വഴിതെളിച്ചു കൊടുക്കുന്ന ഒരാളായിരിക്കണം. ആ രീതിയിൽ തന്നെ എനിക്ക് എന്റെ ജീവിതാവസാനം വരെ പോകണമെന്നുള്ളൊരു ആഗ്രഹക്കാരനാണ്. എന്നുവെച്ചുകഴിഞ്ഞാൽ ഈ വിഗ്രഹങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു, ഉപനയനപരമായിട്ടുള്ള വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് വെച്ചു. അവര് ചെയ്തു വെച്ചിരിക്കുന്ന മന്ത്രോച്ചാരണങ്ങളും തന്ത്രങ്ങളും ഉപയോഗിച്ചുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരത്തില്ല. തരുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഉപാസകന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയാണ്. ഞാൻ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ എങ്ങനെ നിങ്ങളോട് പെരുമാറുമ്പോ ആ രീതിയിൽ പെരുമാറിയാൽ നിങ്ങളുടെ കാര്യം സാധ്യമാവും. മോനെന്ന് വിളിച്ച വിഷമായ ഉണ്ണി മോനെന്ന് വിളിച്ചാലേക്ക് നമ്മുടെ മകനാണ്, എന്റെ കൂടെ ഉണ്ടാകും, എന്നെ ഉപദ്രവിക്കാനോ എന്റെ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ ഉണ്ടാകും. അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നു, എന്ന് നമുക്ക് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചിവിടെ ഏൽപ്പിച്ച ഗുളികപരമായിട്ടുള്ള ദോഷങ്ങളൊന്നും നിങ്ങളുടെ കുടുംബത്തുണ്ടാകത്തില്ല. ഇല്ലെങ്കിൽ തിരിച്ചു പോയി ആള് മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ ചൈതന്യം തിരിച്ച് മഠത്തിലേക്ക് തന്നെ പോകും. അത് നമ്മൾ രാശി വെച്ച് നോക്കി നമുക്ക് അറിയാം. ഞാൻ ഒഴിവ് ചെയ്യാറുണ്ട് ക്ഷേത്രങ്ങൾ, ചെറിയ കാവുകളൊക്കെ നോക്കാൻ പറ്റാതെ വരുന്ന, അത് അവർക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ തന്ത്രിമാരായിട്ടുള്ള ഒരു 5 ലക്ഷവും
3 ലക്ഷം 5 ലക്ഷം പറയുന്നത് ഞാൻ നിസ്സാരമായിട്ടുള്ള തുച്ഛമായ മഠത്തിന്റെ ചെലവ് അനുസരിച്ചുള്ള ചെറിയ എമൗണ്ട്. വലിയ എമൗണ്ടുകളൊന്നും ഇല്ല അവിടെ. അവിടുത്തെ ഒഴിവെന്ന് പറയുമ്പോൾ 30,000 രൂപയാണ് അവിടുത്തെ പ്രേതവാദ ഒഴിവ്. പുറത്ത് 3 ലക്ഷം രൂപ വരെ മേടിക്കുന്നത്. എന്തിനാ ഇത്രയും പൈസ വാങ്ങിക്കുന്നേ? അല്ല, ഈ ചെലവെന്ന് പറയുന്നത് അതെ അതെ, ഈ 3 ലക്ഷം മേടിക്കുന്നത്. 3 ലക്ഷം മേടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഓരോ കമ്പനികള് വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. പോർഷ, അതേപോലെയുള്ള മഹേന്ദ്ര, അങ്ങനെയുള്ള ഒരുപാട് കമ്പനികളുടെ വണ്ടികളൊക്കെ ഇറക്കുന്നുണ്ട്. പിന്നെ വലിയ വലിയ ഹോട്ടലുകൾ, വലിയ വലിയ ടൂറുകൾ, അതൊക്കെ ആഗ്രഹമുള്ളവർക്കാണ് പൈസ വേണ്ടത്. യഥാർത്ഥത്തിൽ ഇപ്പം ഏറ്റവും ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന സിമ്പിൾ, എല്ലാരും വരുന്നത് വളരെ റിച്ച് ആയിട്ടുള്ള വേഷത്തിലാണ്. ഇതെനിക്ക് ഒഴിവിന് കിട്ടുന്നതാണ്. അതായത് ഞാനൊരു ചടങ്ങ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരൊരു ദക്ഷിണ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദക്ഷിണ എന്ന് പറയുമ്പോ 10,000 ഒന്നും ഉണ്ടായാലും ചിലപ്പോൾ 500 ഉണ്ടാവും, ചിലപ്പോ 1000 രൂപ ഉണ്ടാവും. അങ്ങനെ ആ തരുന്നതായിട്ടുള്ള നമുക്ക് അവരുടെ ചടങ്ങ് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ അവർക്ക് ചെയ്യുന്ന ഒരു ചടങ്ങിൽ പെട്ടൊരു കാര്യമാണ് കോടി കൊടുക്കുക എന്നുള്ളത്. ആ കിട്ടിയ മുണ്ടാണിത്. അതേപോലെ തന്നെ ഇത് എനിക്ക് വേണ്ടപ്പെട്ടായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിന്റെ, അവർക്ക് ചേർത്തലയിൽ മംഗോ എന്ന് പറയുന്ന ബ്രാൻഡ് കൊടുക്കുന്ന അവരുടെ സ്വന്തം ബ്രാൻഡായിരുന്നു. അവര് എനിക്ക് ഫ്രീ ആയിട്ട് തരുന്ന, ഇതിന്റെ ഓണർ മരണപ്പെട്ടു പോയി. എനിക്ക് 18 ഷർട്ട് എനിക്ക് പേരടിച്ചു തന്നതാണ്. പുള്ളി എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത ആ മാമ ഇന്നലെ വിളിച്ചിട്ട് എനിക്ക് ആശാന് എടുത്തു വെച്ചിട്ട് കുറച്ച് ദിവസമായി. അന്നേരം എനിക്ക് ശരിക്കും ഒരു ഭിക്ഷ, അതായത് ദക്ഷിണ പോലെയും ഒരു ഭിക്ഷ പോലെയും കിട്ടുന്ന ഇതിലാണ് ഞാൻ ജീവിക്കുന്നത് ശരിക്കും. അല്ലാതെ എനിക്ക് നിങ്ങളെ ഇന്ന് ഒരുപാട് പണങ്ങൾ പിരിച്ചു എനിക്ക് ആഡംബരപരമായിട്ട് ചിലര് ഇതൊന്നും അല്ല. ഇത് ഞാൻ എന്ത് മഠത്തിൽ ഒഴിവ് ചെയ്യുന്നു ആ മഠത്തിലേക്ക് തന്നെ തിരിച്ചു കൊടുക്കുന്നത്. ഇത് ഒഴിവായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആ മഠത്തിൽ വന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഞാൻ അനുഗ്രഹം കൊടുക്കുന്നത് ഇത് ആവശ്യമായ സാധനം, എനിക്ക് ഷോയ്ക്ക് വേണ്ടിയിട്ടല്ല. പിന്നെ എവിടെയെങ്കിലും ഉരുണ്ട് എന്നെ ഒന്ന് എടുത്തിട്ട് പോകാനായിട്ട് ഇതെങ്കിലും കണ്ട് കൊണ്ടുപോകണോ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഒരു വണ്ടി ഉണ്ടെങ്കിൽ അത് മഠത്തിന്റെ ഇതിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് എനിക്ക് അങ്ങനെ വലിയ ചെലവൊന്നുമില്ല. ഈ ഒരു ദിവസം മുന്നോട്ട് പോകണമെങ്കിൽ 200 രൂപയ്ക്ക് താഴത്ത് പോകും. എനിക്ക് വലിയ കാട്ടം ഫുഡൊന്നും കഴിക്കണമെന്നൊന്നുമില്ല. എന്തെങ്കിലും ഇച്ചിരി ഫുഡ് കിട്ടിയാൽ കഴിച്ചാൽ മതി. അന്നേരം നമ്മളൊരു ചൈതന്യം ഒരാൾക്ക് കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ ആ ചൈതന്യം അവർക്ക് അവരുടെ ആയുസ് മുഴുവൻ അവർക്ക് നല്ലത് മാത്രമേ കിട്ടാവുള്ളൂ. ആ രീതിയിൽ വേണം വിഗ്രഹങ്ങൾ കൊടുത്തു. പറഞ്ഞില്ല, ആചരിച്ചത് ഒളിച്ചു വെച്ച് പാർത്തത്. ഇത് മറ്റു മഠങ്ങൾ ഇതേപോലെയുള്ള ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സാമ്പത്തിക സോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവര് അതിന് ഒരു കച്ചവട മൈൻഡിൽ കൊടുക്കുന്നതാണ്. മൂർച്ചയുടെ വാളാണ് കൊടുത്തു വിടുന്നത്. ഇവർക്ക് വീട്ടിൽ കൊണ്ടുവർക്ക് ഉപയോഗിക്കാൻ അറിയാൻ പറ്റിയില്ലെങ്കിൽ അവരുടെ കൈ പൊറിഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വിളക്ക് കത്തിച്ചാൽ 365 ദിവസവും സ്ത്രീകൾക്ക് വിളക്ക് കത്തിക്കാം. അത് വിഷയം. ഇത് ആദിവാസി, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉപാസന എടുത്ത് ചെയ്ത് വെച്ചിങ്ങനെ മന്ത്രങ്ങൾ കൊണ്ട് മെനഞ്ഞ് കൈകാര്യം ചെയ്യുന്ന. ഇപ്പൊ ഒരു പ്രേതവാദ ഒഴിവിന് ഇത്രയും കാശ് മേടിക്കണം എന്ന് പറഞ്ഞില്ലേ, ആദ്യം അവർ തുടങ്ങുന്നത് ഗണപതി ഹോമത്തിന് തുടങ്ങണം. അത് കഴിഞ്ഞ് ഭഗവതി സേവ, മൃത്യുഞ്ജലി, അങ്ങനെ ഈ മന്ത്രങ്ങളൊക്കെ ചെയ്ത് 2 ദിവസം പുകയും ഇതൊക്കെ മുടക്കി ചെയ്തിട്ട് പ്രേതബാധനെ പിടിക്കാൻ പറ്റില്ല. നിങ്ങൾ മണിച്ചിത്രത്താഴ് സിനിമയുടെ അവസാന ഭാഗം കണ്ടിട്ടുണ്ട്. മന്ത്രവാദത്തിന്റെ ഒരു അന്തരീക്ഷവും തന്ത്രം കൊണ്ടാണ് ഒഴിവ് ചെയ്യുന്നത്. അത് മനസ്സിലാക്കണം. ശരിക്കും മന്ത്രം കൊണ്ട് ഒഴിവ് ചെയ്യാൻ പറ്റത്തില്ല. 100%. ഞാനൊരു പ്രേതബാധനെ കൊടുക്കാം, മന്ത്രം കൊണ്ട് ഒഴിപ്പിച്ചു തരാൻ തയ്യാറുള്ള ആൾക്കാരെ എന്തെടുക്കേ വരട്ടെ. അല്ല, ഇപ്പൊ ഈ പറഞ്ഞ കാര്യം 365 ദിവസവും വിളക്ക് വെക്കാം സ്ത്രീകൾക്ക്. ആർദ്രവം എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ ഒരു കേടല്ല. കേടാണോ? കേടല്ല ഒരിക്കലും. അതൊരു നല്ല കാര്യമല്ലേ.
ഈ ആർദ്രം ഉണ്ടാകുന്ന ഒരു ഗർഭപാത്ര ശുദ്ധീകരണം നടക്കുന്ന ഉണ്ടാകുന്ന സംഭവമാണത്, വ്യതിയാനാണത്. അല്ലാതെ അത് പുറത്തുനിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലല്ല. മോക്കുരു ഉണ്ടാക്കി മോക്കുരു ഇവര് ചേർന്ന അശുദ്ധിയല്ലേ ഉദ്ദേശിക്കുന്നത്? ശുദ്ധിയല്ലേ ഉദ്ദേശിക്കുന്നത്? ഇങ്ങനെ മുഖത്തുനിന്ന് ഇച്ചിരി അഴുക്കെടുത്തിട്ടൊന്ന് സ്കാൻ ചെയ്തൊന്ന് നോക്കിട്ടെ, മൈക്രോസ്കോപ്പ് ഉണ്ടാവും. മോക്കുരു പഴുത്തിരിക്കുന്നു. നമ്മുടെ മുഖത്ത് മോക്കുരു ഇല്ല. ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് വന്ന പഴുപ്പും ബ്ലഡും ഇതൊക്കെ തന്നെയായിരിക്കും. അതായത് അത് അശുദ്ധിയല്ല. നമ്മുടെ വലത്തെ കൈയിലാണ് പ്രാധാന്യം, ഇടത്തെ കൈയിലാണോ പ്രാധാന്യം? വലത്തെ കൈക്ക്. അല്ല, ഇടത്തെ കൈ. നമ്മളെ വൃത്തിയോടുകൂടി സൂക്ഷിക്കുന്നത് ഇടത്തെ കൈയാണ്. നമ്മൾ വാരി വലിച്ച് കഴിക്കുന്ന സാധനങ്ങളെല്ലാം ശുദ്ധി ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഇടത്തെ ഭാഗമാണ്. ശരിയാണോ? ആണോ? ആണോ? അങ്ങനെ അത് മനസ്സിലാക്കണം. നമുക്ക് അശുദ്ധി എന്ന് പറയുന്നത് ആരാ ഉണ്ടാക്കിയത്? നമ്മുടെ സമൂഹം തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതായത് തൊട്ടല്, തീണ്ടല്, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നുമില്ല. നമ്മളെ ഏതിനെയാണോ ഭജിക്കുന്നത്, ഏതിനെയാണോ പ്രാർത്ഥിക്കുന്നത്, അതാണ് ഒറിജിനൽ വിശ്വാസം എന്ന് പറയുന്നത്. അത് നമ്മുടെ വിശ്വാസം ശ്വാസമാകുന്നു. അത് നമ്മൾ വായും മൂക്കും കൂടെ പൊത്തിപ്പിടിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാണാത്തതാണ് ഓക്സിജന്റെ അളവ്. നമുക്ക് വേണ്ടാത്ത ചെടികൾ നമ്മൾ പറയും പറമ്പിലൊക്കെ മുഴുവൻ കാട് പിടിച്ചിരിക്കുക. ആ കാടില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇല്ലെന്നുള്ളതാണ്. അതാദ്യം പിടിച്ചു. അതേപോലെ തന്നെയാണ് നെഗറ്റീവും പോസിറ്റീവും. നമ്മൾ ആ ചെയ്യുന്ന തെറ്റിന്റെ ഫലങ്ങളാണ് മറ്റ് വേദബാധ, നെഗറ്റീവ് എനർജി വന്നു. ചിലവര് പറയല്ലേ, എന്റെ മകള് വെള്ളിയാഴ്ച ദിവസം വൈകുന്നേരം ആയി കഴിഞ്ഞ വഴക്കും, കർത്തവാവിനോട് അടുത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവും. അന്ധവിശ്വാസങ്ങളല്ലേ? അതായത് അന്ധവിശ്വാസം അത് തന്നെ ഒന്ന് ആലോചിക്കുക. അന്ധമായ വിശ്വാസം ഒരു ഓവറായിട്ടുള്ള വിശ്വാസം. ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പഠിച്ച് ഒരു വിദ്യാഭ്യാസം നടത്തി നമ്മളൊരു സ്ഥലത്തെത്തി. MBA ഇന്നത്തെ പഠിച്ചത് ഒരു ഡോക്ടർ ആകണമെന്നുണ്ടെങ്കിൽ പുസ്തകത്തെ പഠിച്ചിട്ട് ഡോക്ടർ ആകാൻ പറ്റുമോ? പുസ്തകം പഠിച്ചെന്ന് കരുതി മാത്രം ഡോക്ടർ ആവാൻ പറ്റില്ല. പിന്നെ എവിടെയാണ് ഡോക്ടർ? പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് എന്ന് പറയുന്നത് അത് രോഗികളെ പരിചരിക്കണം, പലതരത്തിലുള്ള രോഗങ്ങൾ അറിയണം, ആളുകളെ അറിയണം. മനസ്സിലായോ? അതാണ് തന്ത്രം. മറ്റത് മന്ത്രം. മന്ത്രം കൊണ്ട് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകും. തന്ത്രം കൊണ്ട് എന്തിനും ഒരു പവർ ഉണ്ടാവും. അതായത് പ്രാക്ടിക്കലും തിയറി എന്ന് പറയുന്നത്. അതായത് നമ്മള് പഠിച്ചു വെച്ചിരിക്കുന്നതായിട്ടുള്ള ക്ഷേത്രാചാരങ്ങളും ഇപ്പൊ ചോദിച്ച പോലെ ആ ഒരു എനർജി വെച്ചിട്ട് പല ക്ഷേത്രങ്ങളും വളരെ സാമ്പത്തികപരമായിട്ട് ഉന്നത ലെവലിലേക്ക് പോകുന്നതാണ്. വിഗ്രഹ കച്ചവടങ്ങൾ ഇതേപോലെയുള്ള പെരുങ്ങോട്ട് പോലെ ഇതേപോലെയുള്ള വിളിച്ച് അവരെ ഭീതിപ്പെടുത്തിയെന്നാ പറഞ്ഞത്. ഇത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വിശ്വമായയുടെ കോപത്തിൽപ്പെട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ നശിച്ചു പോകുന്നതാണ്. ആ വിളിച്ച ആള് മുസ്ലിം ആളാണ്. അതുകൂടെ മനസ്സിലാക്കണം. പുള്ളി പറഞ്ഞു പുള്ളിക്കൊരു വിഷയം ഉണ്ടായി. ഇപ്പൊ 4-ാം വേദത്തിൽ വരുന്നതായിട്ടുള്ള മുസ്ലിം പരമായിട്ടുള്ളതും ക്രിസ്ത്യപരമായിട്ടുള്ളതും ഹിന്ദുപരമായിട്ടുള്ളതും. ഹിന്ദുക്കൾക്ക് വിശ്വാസം, അതായത് ശരിക്കും പറഞ്ഞാൽ ഹിന്ദുക്കൾക്ക് വിശ്വാസം ഇല്ലാത്തതാണ്. ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആൾക്കാരെ മുസ്ലിം തന്നെയെന്ന് ഞാൻ പറയും. തോന്നിയിട്ടുണ്ട് പലപ്പോഴും. വിശ്വസിക്കാവുന്നതും വിശ്വാസങ്ങൾ ഏറ്റവും കൂടുതൽ കയ്യിൽ കൊണ്ടുനടക്കും. ഞാനൊരു വിശ്വമായ, ഞങ്ങൾക്ക് മതങ്ങളില്ല, ഞങ്ങൾ എല്ലാരും ഒരേപോലെ കിടന്ന ആൾക്കാർ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവരുടെ എനർജി അവർ നോക്കി ചെയ്യും. അതുകൊണ്ട് അവർക്ക് ഉയർച്ചയുണ്ട്. ഏറ്റവും കൂടുതൽ താഴത്ത് കിടക്കുന്ന ഹിന്ദുക്കളാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ 2 ദിവസം ചേർത്തലയില് മെഹന്തി എന്ന് പറയുന്ന
മെഹന്തി എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഇതാണ് ശ്രീകൃഷ്ണന്റെ മന്തി മന്തി കൃഷ്ണൻ വിവാദം. മന്തി കഴിക്കുന്ന കൃഷ്ണൻ. അതായത് അങ്ങനെ ഒരു വിവാദം വെച്ച് അവര് എന്തോ അവരുടേതായിട്ടുള്ള തെറ്റുകൾ പറ്റി അതൊരു വിശ്വാസത്തെ, പക്ഷെ അത് വലിയൊരു വിവാദത്തിലേക്ക് പോയില്ലേ. പക്ഷെ ഈ വിവാദം ഉണ്ടാക്കിയ ആൾക്കാരൊക്കെ ഇത് കഴിക്കുന്നു. വിശ്വാസങ്ങളും അതിന്റെ രീതികളും എല്ലാരും അപ്പൊ ഈ കഴിക്കുന്ന കാര്യം പറഞ്ഞോണ്ടാ വിഷ്ണുമായനെ ഉപാസിക്കുന്നവര് ബീഫ് കഴിക്കാൻ പാടില്ല എന്നുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട്. അത് ഞാൻ ബീഫും മന്തി കഴിക്കാറില്ല. അത് എന്തുകൊണ്ട് കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് കൂടെ ഒന്ന് ചോദിക്കണം. അതായത് അത് വിഷ്ണുമായുടെ വാഹനമായതുകൊണ്ട് ഞാനിപ്പോ ഏകദേശം 26 കൊല്ലായി ഇതേ എന്നും പറഞ്ഞാണ് എങ്കിൽ മതപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് വന്നിട്ട് 5 കൊല്ലമായിരുന്നു. മനസ്സിലായി. വിഗ്രഹങ്ങളും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള ഒരു ചരട് പോലും പൂജകൾ 5 കൊല്ലമായിരുന്നു. 20 കൊല്ലത്തോളം ഇത് മനസ്സിൽ കൊണ്ടുനടന്ന് ഇതിന്റെ ഓരോ പഠനപരമായിട്ടുള്ള പല ആൾക്കാർ അവർ ഭയപ്പെട്ടിരുന്നതായിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാൻ പഠിക്കാൻ പോകുന്നത്. അവരെന്തിനെ ഭയപ്പെടുന്നു ആ കാര്യങ്ങൾ മാത്രം. നമ്മളൊരാളുടെ ഒരു വിഷയത്തെ കുറിച്ച് പഠിക്കണം, അത് ഭയം ഉണ്ടാക്കുന്നതാണ്, അപകടമാണെന്ന് പറഞ്ഞാൽ ആ അപകടം എവിടെയാണ് ഇരിക്കണമെന്ന് നോക്കിപ്പോകുന്ന ഒരാളാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്തായാലും ഒരു സ്റ്റാർട്ടിങ്ങും ഉണ്ട്, ഒരു എൻഡിങ്ങും ഉണ്ട്.